സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി ആളുകളെ പറ്റിക്കുന്ന ഓൺലൈൻ തന്ത്രങ്ങൾ കൂടി വരികയാണ് എല്ലാ ദിവസവും. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊടികുത്തി വാഴുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടുപോകും. UAEയുടെ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന 6 ടൈപ്പ് ഓഫ് ഓൺലൈൻ ഫ്രോഡ് അല്ലെങ്കിൽ സ്കാംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇമെയിൽ ഫിഷിംഗ് ആണ്. അത് കാലാകാലമായിട്ടുള്ളതാണ്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇമെയിൽ വഴി നമ്മളോട് പറയുന്നു, ലോട്ടറി അടിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര അധികം എൻ്റെ പാരമ്പര്യമായ ഒരു സ്വത്തുണ്ട് ആഫ്രിക്കയിൽ, അതെനിക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു. അതും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ എല്ലാ ഇൻഫർമേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം നമ്മൾക്ക് എന്തൊക്കെയോ നിധി കിട്ടുന്നത് പോലെ അവർ നമ്മളോട് പറഞ്ഞ് ഫലിപ്പിച്ച് അവസാനം നമ്മൾ കുടുക്കിലാക്കുന്ന സംഭവം. അവസാനം എവിടെ എത്തും എന്ന് പറഞ്ഞാൽ നമ്മളൊരു $500 അയക്കൂ, ഒരു $1000 അയക്കൂ എന്ന് പറയുന്നു. രണ്ടാമത്തത് വിഷിംഗ് അല്ലെങ്കിൽ വോയിസ് ഫിഷിംഗ് ആണ്. വോയിസ് ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഫോൺ കോൾ വിളിച്ചിട്ട് അവർ പറയുകയാണ്, നേരത്തെ പറഞ്ഞ OTPയുടെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാണ്, സെൻട്രൽ ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാണ്, പോലീസിൽ നിന്ന് വിളിക്കുന്നതാണ്, സിം കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇതാണ് വിഷിംഗ്. ഇതിലും നമ്മൾ അകപ്പെടാൻ നോക്കണം. ഒരു ബാങ്കും ഒരു പോലീസും ഒരു അതോറിറ്റിയും നിങ്ങളെ ഫോണിൽ വിളിച്ച് ഇതുപോലെ ഒരു പിൻകോഡ് നമ്പറും ചോദിക്കുന്നതല്ല. മൂന്നാമത്തതാണ് സ്മിഷിംഗ് അല്ലെങ്കിൽ SMS ഫിഷിംഗ്. SMS വരുന്നത് ഇപ്പോൾ അരാമെക്സിൻ്റെ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരും, അതേപോലെ തന്നെ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരും, സാലിക്ക് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും. ദേവാ പേയ്മെൻറ്റ് പോലും ഇപ്പോൾ SMS വഴി വന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ പറയും. നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ കാണിക്കും. അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് 271.95 എന്നൊക്കെയാണ് അവർ കാണിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനലാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, അതിലൂടെ നമ്മൾ പെടുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കമ്പനിയും ഇവിടെ അങ്ങനെ SMS വഴി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് അവരവരുടെ ആപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നതിൽ പോരുത്. അത് ആപ്പിലേക്ക് തന്നെ പോയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഒന്ന്, ബാങ്കുകളൊക്കെ ഇപ്പോൾ OTP നിർത്തലാക്കിയിട്ടുണ്ട്. OTP വഴി വരുന്ന ഒതൻറ്റിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, ലുലു അടക്കമുള്ള കമ്പനികളുടെ പേരിൽ നമ്മൾക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരും. ഈ ഗിഫ്റ്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഓഫർ ഉണ്ടാവും, ഫ്രീ ആയിട്ട് ഓഫർ ഉണ്ടാവും. ഈവൻ ഇൻക്ലൂഡിങ് KFC പോലെയുള്ള വലിയ കമ്പനികൾ പോലെ നമുക്കിപ്പോൾ അങ്ങനെ ഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആ സ്കാമേഴ്സ് അത് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്നു, വളരെ യാഥാർത്ഥ്യമായി തോന്നുന്ന രീതിയിലുള്ള ഓഫറുകൾ വരുന്നു, അത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു, നമ്മുടെ കാശ് പോകുന്നു. കാശ് അന്നേരം പോകുന്ന കാശ് മാത്രമല്ല, ആ ഡാറ്റ അവർ ക്യാപ്ചർ ചെയ്യുന്നു. പിന്നീട് നമുക്ക് ആ കാർഡ് ഉപയോഗിച്ചിട്ട് അവർ പല പേയ്മെൻറ്റുകളും നടത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തത് പ്രീ ടെക്സ്റ്റിംഗ് ആണ്. നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള സ്റ്റോറീസ് അവർ നമ്മളോട് പറയും. പലപ്പോഴും നമ്മൾ പെട്ടുപോകും. എസ്പെഷ്യലി ആണുങ്ങളാണെങ്കിൽ പെൺകുട്ടികളായിരിക്കും, സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളായിരിക്കും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരുപാട് നമ്മളെ കൺവിൻസിങ് ആയ സ്റ്റോറി പറഞ്ഞ് അവസാനം അത് ഫൈനാൻഷ്യൽ ഫ്രോഡിലേക്ക് എത്തിച്ചേരുന്നുള്ളതാണ്. മറ്റൊന്ന് ക്വിഡ് പ്രോ അല്ലെങ്കിൽ ക്യോ സ്കാംസ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ വൗച്ചേഴ്സ് നമുക്ക് തരും. ഈ ഒരു കമ്പനിയുടെ ഫോർ എക്സാമ്പിൾ ഒരു ജിമ്മിൻ്റെ വൗച്ചർ ഉണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയുന്നത്. നമുക്ക് തോന്നും ഒരു 100 dirhams അല്ല 200 dirhams അല്ല. ഈ 100 dirhams വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് 10,000 നമ്മൾക്ക് ക്രെഡിറ്റ് ലിമിറ്റുള്ള കാർഡിൻ്റെ അതോറിറ്റിയാണ് അവർ കൊടുക്കുന്നത്. ഇത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. മറ്റൊന്ന് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻ്റ് ആണ്. അതായത് നമ്മളുടെ ഡാറ്റ, സോഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അവർ കളക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരുപാട് ടൂൾ ഉപയോഗിച്ചിട്ട് ആരുടെ വേണമെങ്കിലും ഡാറ്റ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇമെയിൽ അടക്കം, കോൺടാക്റ്റ് അടക്കം ചെയ്തിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അവർ പറയുക. നിങ്ങളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് സോഷ്യലിൽ വന്നിട്ട് എന്നോട് കണക്ട് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് വന്ന് ഞാൻ ബാംഗ്ലൂരാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, സൈബർ സെക്യൂരിറ്റി ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവരെനിക്കൊരു ലിങ്ക് തന്നു. ആ ലിങ്ക് ഞാൻ ഇവർക്ക് അയച്ചെടുത്ത് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ക്ലിക്ക് ചെയ്തപ്പോൾ കംബോഡിയയിൽ ഇരുന്നിട്ട് അവർ കമ്പ്യൂട്ടറിൽ ഏതോ രാജ്യക്കാരൻ എന്നോട് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇങ്ങനെ പലരും നമ്മളോട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ശ്രദ്ധിക്കുക, ഒരാളും നമ്മൾക്കൊരു കാര്യം ഫ്രീ തരില്ല. ഒരു അതോറിറ്റിയും നമുക്ക് ഇങ്ങനെയുള്ള SMS-കളോ വോയിസോ അയക്കില്ല. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ അയക്കുന്ന കമ്പനിയുടെ ഒരിക്കൽ ഇൻവോയ്സ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അയക്കുമ്പോൾ നേരത്തെ ഇതെല്ലാം മാറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അയക്കാറുണ്ട്. അങ്ങനെയുള്ള ഇൻവോയ്സുകൾ നമ്മൾ പേ ചെയ്യുമ്പം ഏത് കാര്യം പേ ചെയ്യുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യുക, ഫോൺ വിളിച്ച് ചോദിക്കുക, വീണ്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തുക ആ അക്കൗണ്ട് ലെജിറ്റിമേറ്റ് എന്നുള്ളത്. അപ്പോൾ ബി അവെയർ ഓഫ് ഓൾ ദീസ് സ്കാംസ് ഓൺലൈൻ. കാലങ്ങൾ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ, ടെക്നോളജി കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസ്ക്കുകളും കൂടി വരുന്നുണ്ട് എന്ന് ഓർക്കുക. മുനീർ അൽ ഫഫ.